ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കുള്ള വെള്ളം മുക്കി വെക്കുകയാണ് കേട്ടോ. പാനിയിൽ വെള്ളം മുക്കി വെക്കുകയാണ്. എന്താ വെച്ചാൽ രാവിലെ ചിലപ്പം കോരാൻ കഴിയില്ല, നല്ല മഴയാണെങ്കിൽ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം, പിന്നെ തിളപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ മുക്കി വെക്കലാണ് കേട്ടോ. പൈപ്പിൽ നിന്ന് എടുക്കലില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ചിലപ്പോൾ ഇന്ന് രാവിലെ മുറ്റടിക്കാൻ മഴ പെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ലേന്നു. അപ്പോൾ വൈകുന്നേരം അടിച്ചാൽ ചിലപ്പോൾ രാവിലെ അടിക്കില്ല. ചിലപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മുറ്റത്ത് ചണ്ടി ഉണ്ടാവും. അപ്പോൾ അന്നേരം മുറ്റം അടിക്കും. രാവിലെയും വൈകുന്നേരവും അടിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് കുറച്ചൊരു തെളിച്ചുള്ളതുകൊണ്ട് വൈകുന്നേരം അടിച്ചു. ഇനിയിപ്പോൾ നാളെ എന്താവും സ്ഥിതി എന്നറിയില്ല. മഴ നന്നായിട്ട് പെയ്താൽ ചിലപ്പോൾ നാളത്തേക്കും ഉണ്ടാവും. അപ്പോൾ മുറ്റെന്താ പരവതാനി പോലെ വിടർന്ന് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് അടിക്കാൻ. ഇപ്പോൾ ചെറിയ ചൂല് കണ്ടിട്ട് നിങ്ങളാരും കുറ്റിച്ചൂലെടുത്തിട്ട് അടിക്കുകയാണോന്നൊന്നും പറയണ്ട. പിന്നെ അത് മുറ്റടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് തരും. വൃത്തിയാക്കി നെയ്ത്തൂട്ടം കളിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് ആക്കിയിട്ടിരുന്നു. അതൊക്കെ ഒന്ന് അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും രാവിലെ ഒന്നും ചെയ്യലില്ലേ, അടിക്കലൊന്നും ഇല്ലേ എന്നൊക്കെ. രാവിലെ ഒരു അടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വിളക്കെത്തിക്കുന്നതിന് മുന്നേ ചെയ്യുന്ന പരിപാടികളാട്ടോ അതൊക്കെ. അപ്പോൾ നെയ്ത്തൂട്ടൻ്റെ കുറേ സാധനങ്ങളും പിന്നെ പെൻസിൽ കുറിപ്പിച്ചത് കട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടതൊക്കെ ആ സാധനങ്ങളാണത്. അപ്പോൾ എത്ര നന്നാക്കിയാലും ചിലപ്പോൾ ഓൻ കൂട്ടി വയ്ക്കും ഓരോ സ്ഥലത്ത്. അതാണ് കേട്ടോ. അപ്പോൾ ആകെയൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ട് നാളത്തേക്കുള്ളത്. അപ്പോൾ വൈകുന്നേരം ചെയ്യുന്ന പണികളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ രാവിലത്തേക്ക് നല്ല സുഖമാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് പിന്നെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ തട്ടിപ്പടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം വിളക്കെത്തിക്കാനായതല്ല. അപ്പോൾ ഒന്ന് തുടക്കിട്ടോ. രാവിലെയും ഒരു തുടക്കണമാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വിളക്കെത്തിക്കുന്നതിന് മുന്നേ ഒരു തുടക്കും. എനിക്ക് തുടക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്നു സ്വീപ്പർ വന്നതെന്ന് ഞാൻ വീട്ടിൽ വരുമ്പോഴേക്ക്. കാരണം ഈ കോലും കൊണ്ടിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചളി എവിടെയെങ്കിലും ഒന്ന് കണ്ട് അന്നേരം ഞാൻ കോലെടുത്തിട്ട് പിന്നെ ഉണ്ടാക്കും. എത്ര വയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അനിഷേട്ടൻ എപ്പോഴും ഒന്ന് ചീത്ത അറിയുന്ന ഒരു കാര്യമാണ് ഈ തുടക്കണേന്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തുടക്കണത്? അനിഷേട്ടൻ ഇങ്ങനെ നനച്ചിട്ട് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഒരു ഇത്തിരി ചളി കണ്ടാൽ അത് തുടച്ച് പോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാ അനിഷേട്ടൻ്റെ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ അനിഷേട്ടൻ പോകാൻ. അപ്പോൾ അനിഷേട്ടൻ ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പാണ് ഇപ്പോൾ എനിക്ക് ഇട്ട് കൊടുത്തത്. എപ്പോഴും അമ്മ അങ്ങനെ എപ്പോഴും ഓരോന്ന് ഇട്ടുകൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് വാതിൽ തുറക്കണം ഒച്ചയായിട്ട് എല്ലാം കൂടി പാഞ്ഞു വരും. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒന്നിനെ കീരിയോ കുറുക്കനോ എന്തോന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കോഴീനെ വളർത്തുന്ന വെറുതെയാണ്. എപ്പോഴും എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ടോ. അപ്പോൾ കുറുക്കന് തിന്നാൻ കൊടുക്കാൻ ഉണ്ടാക്കുകയാണെന്ന് പറയപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തേക്കുള്ള വിറകൊക്കെ ഒന്ന് എടുത്തേക്കാണ് കേട്ടോ. വിറകര് നിങ്ങൾ നോക്കണ്ട, അത് നന്നാക്കാൻ ഒരാളെ നോക്കിയിട്ട് കിട്ടണില്ല. എന്നെക്കൊണ്ട് അത് കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അമ്മയ്ക്ക് നോക്കാത്തത്. അപ്പോൾ വിറക് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന വിറകൊക്കെ ഏകദേശം ഞാൻ കത്തിച്ച് തീരാനായിട്ടുണ്ട്. അപ്പോൾ വിറകെടുത്തേക്കിന് എന്തിനാ വെച്ചാൽ രാവിലെ ഈ പറഞ്ഞ മാതിരി മഴയാണെന്നുണ്ടെങ്കിൽ വിറകരേക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ഒക്കെ രാത്രി വൈകുന്നേരം തന്നെ വിളക്കെത്തിക്കുന്നതിന് മുന്നേനൊക്കെ കൊണ്ടുവച്ച് സെറ്റാക്കുന്ന പിന്നെ രാവിലെ അടുക്കളയിൽ കയറി നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ ചകിരി 2-3 ഉണ്ട് നല്ല സുഖമായിട്ട്. അടുപ്പ് പിന്നെ ഞങ്ങൾ കത്തിക്കോളും. മഴക്കാലമായതുകൊണ്ടേ അടുപ്പ് തീ പിടിച്ചു തരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അമ്മ അതാ ഞാൻ ഇട്ട് കൊടുത്തതിൻ്റെ പുറമെ അമ്മേൻ്റെ വക കോഴിക്കോട്ടക്ക് ഇട്ട് കൊടുക്കാനും വന്നതാണ്. അപ്പോൾ വിറക് ഇത് അടുപ്പിൻ്റെ ചോടുള്ള ഈ ഇതിലാട്ടോ വെക്കൽ. അപ്പോൾ കുറച്ച് ഓലക്കൊടിയും കുറച്ച് വിറകും കുറച്ച് പിന്നെ ചകിരി ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തിരി ചിരട്ടയും വെച്ച് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലെഴുകാൻ പോയിട്ട് മേലെഴുകി വന്നപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ. എനിക്ക് മേലെഴുകി കഴിഞ്ഞാൽ പിന്നെ മീനൊന്നും കയ്യിൽ തോന്നണം വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അത് ആനിഷേട്ടൻ നല്ല മത്തി വേണം. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് സാധനമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ചില സമയത്ത് നമുക്കൊരു പ്രാന്ത് പിടിക്കും. എന്താ പറയുക, നമ്മൾ മേലൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ചാൽ ആ സമയത്തായിരിക്കും ഈ മീൻ കൊണ്ടുവന്നാൽ ഭയങ്കര ചിലവർക്ക് കിട്ടുക. ചിലവർക്ക് എപ്പോൾ കൊണ്ടുവന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നം. പിന്നെ മത്തിയല്ല, പിന്നെ കുറച്ച് പുഴമീൻ കിട്ടിയോണ്ട് അത് ഇത്തിരി മുളകിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി തിളപ്പിച്ച് വെക്കണേ ഉള്ളൂ. കുറച്ച് അനിഷേട്ടൻ പറഞ്ഞ ചോറിനേക്ക് ഇത്തിരി പൊരിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പൊരിക്കാനുള്ള മാത്രം ഇപ്പം പൊരിച്ച് വെച്ചാൽ മറ്റേ തിളപ്പിച്ച് വയ്ക്കാൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് തിളപ്പിച്ച് വയ്ക്കാൻ രാവിലത്തേക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം മീൻ നന്നാക്കണമൊക്കെ മേലെഴുകിക്കൊണ്ടൊരു കുറച്ചൊരു ഇതിലായിട്ട് നന്നാക്കണമൊക്കെ. അപ്പം നല്ല മത്തിയാണ് തോന്നുന്നത്. നല്ല പഞ്ഞിയുള്ള നല്ല വലിയ മത്തിയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് വരക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ അനീഷേറിന് പിന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് വറുക്കണ ഇഷ്ടമില്ല. അപ്പം നല്ല സുഖം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് വറുത്താൽ മതി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ച് അങ്ങനെ വറുക്കണത്. പക്ഷേ അനീഷേറിന് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ 2 തരമായിട്ട് ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ കറിക്കുള്ളത് ഞാൻ എന്താ വെച്ചാൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിളപ്പിച്ചേക്ക് ഇടുന്നു. നാളെ രാവിലെ ഫ്രിഡ്ജ് കയറിടാണ്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ മീൻ വെക്കണില്ല. നാളത്തേക്കുള്ളത് പിന്നെ തിളപ്പിച്ചേക്ക് വെച്ചു. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ ഞങ്ങൾക്ക് 4 ആൾക്കുള്ള മീൻ ഞങ്ങൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ.
മത്തി ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് മത്തി എന്ന് പറഞ്ഞാൽ. മത്തി മുളകിട്ടതും ചോറും ഉണ്ടെങ്കിൽ പിന്നെ അത് മതി, വേറെ ഒന്നും വേണ്ട സൈഡിലേക്ക്. അങ്ങനെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേറൊരു പണിയുണ്ട്. നാളെ വെള്ളപ്പം ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചിരക്കി വയ്ക്കുക വിചാരിച്ചു. ഇനി രാത്രിയാണ് അരി ഞാൻ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതിന് കുറച്ച് രാത്രി 9 മണി ഒക്കെ ആകുമ്പോൾ അരച്ച് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ തേങ്ങ അതിലേക്കുള്ള പെട്ടെന്ന് ചിരക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഇനി നീത്തോട്ടനെ പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.